വഴിയാത്രക്കാരനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ പാറശാല CI പി അനിൽകുമാറിന് സസ്പെൻഷൻ. ആറ്റിങ്ങൽ DYSP അന്വേഷിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയെന്ന പ്രാഥമിക കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇപ്പോഴും ഒളിവിൽ തുടരുന്ന അനിൽകുമാർ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഡോക്ടർ അരുൺ, ഒരു വശത്ത് അന്വേഷണം ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുന്നു, മറുവശത്ത് പോലീസിൽ സാധാരണ നടപടിയായി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പാറശാല SHO പി അനിൽകുമാറിനെതിരെ സസ്പെൻഷൻ എടുക്കുന്നു. ഈ സസ്പെൻഷൻ കൊണ്ട് മാത്രം പോലീസിനുണ്ടായ, ആഭ്യന്തര വകുപ്പിനുണ്ടായ ആ കളങ്കം മാറുമെന്ന് തോന്നുന്നില്ല. കാരണം നിയമം പാലിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഒരാളെ വഴിയരികിൽ വാഹനമിടിച്ചു എന്ന് അറിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ പോയത് കൊണ്ടാണ് 59 വയസ്സുള്ള രാജൻ എന്നയാൾ മരിക്കുന്നത്. എന്നിട്ടും ആ അപകടമുണ്ടായത് 7-ാം തീയതിയാണെങ്കിൽ ഇടിച്ചിട്ട വാഹനം തിരിച്ചറിയുന്നത് 12-ാം തീയതിയാണെന്ന് ഓർക്കണം. അത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നേരത്തെ തന്നെ പോലീസ് ഈ വാഹനം ഈ SHOയുടെ ആണെന്നും ഓടിച്ചത് അദ്ദേഹമാണെന്നും മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അത് പുറത്തു വരാതിരിക്കാൻ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ നോക്കൂ, ബാംഗ്ലൂരിലുള്ള ഈ പ്രതി നാട്ടിൽ ഇന്നലെ തിരിച്ചെത്തിയതാണ്. പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. കസ്റ്റഡിയിൽ ഇതുവരെ എടുത്തിട്ടില്ല. ഇന്നും അന്വേഷണ സംഘം പറയുന്നത് ഈ പ്രതിയായ ഉദ്യോഗസ്ഥൻ ഒളിവിലാണെന്നാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് നാളെ ആറ്റിങ്ങൽ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള സാവകാശം പോലീസ് കൊടുക്കുന്നു എന്നതാണ്. പോലീസ് ഈ മാധ്യമങ്ങളുടെ ശ്രദ്ധ നിൽക്കുന്ന സമയത്ത് ഈ കേസ് അന്വേഷണം ഈ തരത്തിലാണ് അന്വേഷിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ കേസ് ദുർബലമാക്കി കൊണ്ടുപോകാനായിരിക്കും ഉന്നത ഉദ്യോഗസ്ഥർ ശ്രമിക്കുക എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോഴുള്ള ഈ പ്രഹസനമായ അന്വേഷണം. പാറശാല SHOയ്ക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ. ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ് അനിൽകുമാർ. മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിനിടയിൽ നമുക്ക് ലഭിക്കുന്ന വിവരം, മുൻകൂർ ജാമ്യത്തിന് ഉത്തരവ് വരുന്നതുവരെ ഒരുപക്ഷെ അനിൽകുമാറിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയില്ല എന്നാണ്. നമുക്കൊപ്പം ചേർന്നത് റഹീസ് റഷീദാണ്.